സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തിരുക്കുറളിൻ്റെ 88ാമത്തെ അധ്യായത്തിലേക്ക് കുറുകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് ശത്രുബലം അറിയുക, ശത്രുബല ബോധം, സെൻസ് ഓഫ് എനിമീസ് പവർ. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന ആദിവാൻ സാറിനെയും അതുപോലെ തന്നെ മോഹൻദാസ് സാറിനെയും പ്രത്യേകം ക്ഷണിക്കുന്നു. മോഹൻദാസ് സാർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറളുടെ 88ാം അധ്യായമാണ് അധികാരം. അത് തിരുവള്ളുവർ വളരെ ഭംഗിയായിട്ട് ആദ്യം ഒരാളോട് വിദ്വേഷം ഉണ്ടാകുക, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകുക, ആ ദേഷ്യത്തിൽ നിന്ന് പക ഉണ്ടാകുക, ആ പക വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ തിരുവള്ളുവർ പറയുന്നത് ഒരു രാജഭരിക്കുന്ന രാജാവിനെയാണ് മുൻനിർത്തി പറയുന്നതെങ്കിലും അത് അവിടുത്തെ പ്രജകൾക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് ബാധകമായിട്ട് വരുന്നുണ്ട്. അത് ലോകത്തിന്റെ ഏത് കോണിലായാലും ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒരേപോലെയാണ്. കാരണം ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യപരമായിട്ടുള്ള എല്ലാ എന്താ പറഞ്ഞാൽ ദോഷങ്ങളും നന്മകളും നിറഞ്ഞ ഒരു പ്രകൃതമാണെന്നുള്ളത് നമുക്കറിയാം. അത് ഇപ്പം ലോകം വളരെ ചുരുങ്ങി ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് അമേരിക്കയിൽ നടന്നാലും ശരി, ഇറാനിൽ നടന്നാലും, ഇസ്രയേലിൽ നടന്നാലും, റഷ്യയിൽ നടന്നാലും എല്ലാം ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ട്രംപിന്റെ ആയാലും ശരി, മറ്റേ ഇറാന്റെ ആയാലും ശരി, ഇറാഖിന്റെ ആയാലും ഏതിന്റെ ആയാലും അതേപോലെയുള്ള. അപ്പം അത് അടിസ്ഥാനപരമായിട്ടുള്ളത് ഒരു മനുഷ്യന്റെ സ്വഭാവവും സദ്ഗുണങ്ങളും ആണ് എന്നുള്ളതാണ് തിരുവള്ളുവർ വളരെ അധികം വിലയിരുത്തി പറയുന്നത്. അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം, ക്രോധം, പിന്നെ എന്താ പറഞ്ഞ പോലെ ഈഗോ, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഫലങ്ങളാണ്. അപ്പൊ ഇവിടെ പകയെ കുറിച്ച് പറഞ്ഞു വന്നു. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ സുഹൃത്ത് ബന്ധത്തിൽ നിന്നുള്ളതിലാണ് വള്ളുവർ ചേർത്തിരിക്കുന്നത്. അവിടെ ആ സുഹൃത്ത് ബന്ധം എന്നുള്ളത് മാറി പകയായിട്ട് മാറുമ്പം ആ പക എന്തൊക്കെ രൂപത്തിലാണെന്നുള്ളത് പറയാം. ആദ്യം പറഞ്ഞു അങ്ങനെ വരുമ്പം ശത്രുവിന്റെ ബലം എന്തെന്ന് അറിയണം, എന്നിട്ട് ശത്രു എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണം. ഇപ്പൊ ഈ അധികാരത്തിൽ പറയുന്നത് സെൻസ് ഓഫ് എനിമീസ് പവർ, ശത്രുവിന്റെ ബലത്തെ കുറിച്ചൊരു ബോധം വേണം. അത് ബോധമുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിനും മുന്നോട്ട് പോവാൻ തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ എന്ന രീതിക്കാണ് വള്ളുവരോട് പറഞ്ഞത്. ഒരു അരസന് ആവശ്യം വേണ്ടത് ഒന്നാണ് ശത്രുബലത്തെക്കുറിച്ചുള്ള അറിവ്. അതനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാനും സൈന്യത്തിൽ ഏർപ്പെടുത്തേണ്ട പരിഷ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും ഈ അറിവ് അവസരം നൽകുന്നു. ഞാൻ ആദ്യം ഭഗവാൻ സാറിനോട് തമിഴിലേക്ക് പറയാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോസി സാർ പറയും. ഗുഡ് ഈവനിങ് സാർ. മോഹൻദാസ് സാർ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഈ 88வது அதிகாரத்தை பற்றி கூறினார்கள். இப்போ திருக்குறளை நம்ம ஆத்தியம் நோക്കാം. பகை என்னும் பண்பில் அதனை ஒருவன் நகையேயும் வேண்டற்பாற்று அன்று. பகை என்று கூறப்படும் தீமை தருவதை ஒருவன் விளையாட்டிடத்தில் என்றாலும் விரும்புதல் நன்மையாகாது. அதாவது பகை அப்படின்னு சொல்றது திண்மையாக்கும். അപ്പം അത് കളിക്ക് പോലും നമ്മൾ അത് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ പറയുന്നത് നമ്മൾ ഇന്ത്യ ഉണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, അതേപോലെ ഇപ്പൊ ബംഗ്ലാദേശും പറയാൻ തുടങ്ങി. അപ്പം ഇത് ഈ വിളയാട്ട് സ്ഥലം പ്ലേ ഗ്രൗണ്ടിൽ പോലും ഇത് പാടില്ല എന്നാണ് തിരുവള്ളുവർ. അതായത് ഇന്ന് നടക്കുന്ന കാര്യത്തെ അന്നേ ഫോർകാസ്റ്റ് ചെയ്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവർ സാർ. തിരുക്കുറൾ ചാപ്റ്റർ 88 88 അതിന്റെ പേര് പകൈത്തിറം കരുതൽ, സെൻസ് ഓഫ് എനിമീസ് പവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മലയാളത്തിൽ
ശത്രുബലബോധം. അങ്ങനെ ശത്രുവിന്റെ ബലം അറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇതിന്റെ പൊരുളായി നിൽക്കുക. ആമുഖം. ശത്രുത എന്നത് ഏറ്റവും വലിയ ഒരു വിചിത്രതയാണ്. തമാശയിൽ പോലും അത് അഭികാമ്യമല്ലാത്തതാണ്. ഒറ്റയ്ക്ക് പലരെയും എതിർക്കുന്ന ഒരാൾക്ക് ഒരു വിഡ്ഢിയേക്കാൾ നിറം മങ്ങിയതെങ്കിലും ബുദ്ധിയുണ്ട്. ശത്രുവിനെ സുഹൃത്താക്കി മാറ്റുന്ന ഗുണമുള്ളയാൾ. ലോകം അവന്റെ വൈദഗ്ധ്യത്തിന്റെ സ്വാധീനത്തിൽ കിടക്കും. ഒരാൾക്ക് അങ്ങേയറ്റം വന്നാൽ 2 ശത്രുക്കൾ വരെയൊക്കെ ആകാവൂ. മുഴുവൻ ശത്രുക്കളാണ് നേരിടുക പാടാണ്. ഇനി അതോടൊപ്പം തന്നെ ധാരാളം സഖ്യകക്ഷികൾ ഉണ്ടാകണം. എന്നിട്ട് ഈ ശത്രുവുമായി അതിലെ ഒരുത്തനോടെങ്കിലും സൗഹൃദം സ്ഥാപിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ശത്രുവിന്റെ ഈ പറയുന്ന കപ്പാസിറ്റി അറിയുന്നവൻ ആ ശത്രുത വളർത്തിക്കൊണ്ട് പോകാൻ തയ്യാറാകുന്നവൻ ആയിരിക്കരുത്. അവൻ അവയൊക്കെ കൈകാര്യം ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പുതിയ ഭാഷയിൽ പറയുന്നത് നയതന്ത്രം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുറൽ 871 മാത്രമായി നമ്മൾ ചുരുങ്ങി ചിന്തിക്കുമ്പോൾ, പകൈ എന്നും പൺപിലതനൈ ഒരുവൻ നകയ്യേയും വേണ്ടവർ പറ്റു. പകയെന്നു പറയുന്ന തിന്മയെ തന്നുള്ളിൽ കളിയായും ഇച്ഛിക്കായികാരും വിനോദത്തിനായി ശത്രുതയെ തിന്മയായി ഒതുക്കി നിർത്തരുത്. പകയെന്നുള്ളതോ വാർത്താൽ സംസ്കാര ശൂന്യമാം ഗുണം. കളി തമാശയായി പോലും ആരോടും പകവെക്കൊല എന്ന് കവി പാടും. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. The Tirukkural, authored by the ancient poet philosopher Valluvar, is a masterpiece of Tamil literature, providing a universal blueprint for ethics and governance. Within its Book of Polity, Chapter 88, Sense of Enemy's Power, serves as a strategic guide for assessing the strength of adversaries before engaging in conflict. It emphasizes that a wise leader must meticulously evaluate their own resources against the capabilities of an opponent to avoid ruin. The chapter warns against the arrogance of underestimating a foe, regardless of how small they may seem. Essentially, Valluvar teaches that true victory lies in the marriage of caution and realistic self-awareness. Ultimately, knowing the enemy's power is not just about warfare, but about the survival and prosperity of the state. Quran 871, the danger of playful enmity. Enmity is such a grievous evil that one should not desire it even in jest. The lesson explained. This verse warns that
Hostility is so toxic that it should never be treated as a game or a joke. Even playful rivalries can quickly spiral into genuine hatred, clouding your judgment and draining your mental energy. By inviting conflict for amusement, you unintentionally create openings for real harm to enter your life. Walluvar suggests that a wise person guards their peace by avoiding the seeds of discord entirely. Just as fire burns whether you touch it seriously or jokingly, enmity carries a sting that doesn't care about your intent. To value one's character and safety, one must treat the concept of an enemy with gravity, not levity. A biblical perspective, the story of Ismail and Isaac. The biblical account of Ismail and Isaac, Genesis 21, illustrates how jesting enmity can lead to permanent division. During a feast celebrating Isaac's weaning, Sarah observed Ismail, the son of the servant Hagar, mocking or playing derisively with her son Isaac. What might have been dismissed as mere sibling rivalry or a joke by some was seen as a fundamental threat to the peace and inheritance of the household. This act of mocking sparked a deep seated resentment that led to Hagar and Ismail being sent away into the wilderness. The playful fiction between the two boys didn't remain a game, it became a historical flashpoint for generations of conflict. It serves as a stark reminder that when we treat enmity as a pastime, we often lose our place at the table of peace. Thank you, sir. സാബു സാർ മ്യൂട്ടാ. 872. അതിഭവൻ സാർ പറഞ്ഞു. അതിഭവൻ സാർ പറയാമെന്നുണ്ടോ? ஓகே சார். குறள் ആ പറഞ്ഞു. 872. வில்லேர் உழவர் பகை கொளினும் கொள்ளற்க சொல்லேர் உழவர் பகை. அதாவது வில்லை ஏறாக உடைய உழவரான மறவரோடு பகை கொண்டாலும் சொல்லை ஏறாக உடைய உழவரான நுண்ணறிவை உடையவரோடு பகை கொள்ளக்கூடாது. അതായത് വില്ല്, അതായത് പണ്ട് നമ്മള് വില്ലും അമ്പും വെച്ചല്ലേ നമ്മള് സമരം പുരിയുന്നത്. ഇപ്പം നമ്മൾ അതിന് പകരം ഡ്രോൺസും മിസൈൽസും വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അത് തമ്മിൽ, അതായത് അങ്ങനെ അടിക്കുന്ന ആൾക്കാരോട് നമ്മൾ പകை കൊണ്ടാലും അവരോട് നമ്മൾ ദ്വേഷം കാണിച്ചാലും സൊല്ലേർന്ന് വെച്ചാൽ ഒരു നാലേജബിൾ പേഴ്സണിടത്ത് നമ്മൾ പകை കൊള്ളാൻ പാടില്ല. അത് അതിനേക്കാളും ഡേഞ്ചർ എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. ഓവർ സർ. എന്താ സാറേ പറയൂ. അതായത് ഇവിടെ തിരുവള്ളുവർ ഒരു കർഷകൻ മണ്ണിൽ ഉഴുതുമറിച്ച് അതിൽ നിന്നും ധാന്യം വിളയിക്കുന്ന കർഷകനോടൊപ്പമാണ് ഈ കുറളിന്റെ അടുത്തലോട്ട് പറയുന്നത്, ആ ശത്രുതയെ പറയുന്നത്. അതായത് ഒരു നിലത്തിനെ അതിന്റെ പക്വതയ്ക്ക് മാറ്റി അതിലെ കാലവർഷം വരുന്ന രീതിക്ക് ജലം അതിനെ കൊണ്ടുവന്ന് അതിൽ വിത്തിട്ട് അത് മുളപ്പിച്ച് അതിനെ ഞാറാക്കി പിന്നെ അതിന്റെ കളപ്പറിച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് നൂറുമേനി വിളയിക്കുന്ന ആ കർഷകൻ ശരിക്കും പറഞ്ഞാൽ കലപ്പയാണ് ഉപയോഗിക്കുന്നത്. ആ കലപ്പയുടെ രൂപം എന്തെന്ന് വെച്ചാല് യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന്റെ കയ്യിലുള്ള വില്ലിന് പോലെയാണ്. അതാണ് നമ്മുടെ ഇത് പറയുന്നത്. അപ്പൊ കലപ്പ കർഷകൻ ആണെങ്കിലും ആ വില്ലിന് തന്നെയാണ് അതിൽ അമ്പ് തൊടുത്ത്
യുദ്ധകളത്തിലെ പിന്നെ ജവാന്മാർ ഇത് ജയിക്കുന്നത്. അതേപോലെ അപ്പം അത്രയ്ക്കും ബലവും വാഗ്മീയൊക്കെ ആയിരിക്കും ആ യുദ്ധകളത്തിലെ ജവാന്മാർ. അവരോട് ഏതെങ്കിലും സമയത്ത് നമ്മളൊരു ശത്രുത കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഉടൻ തന്നെ അമ്പെടുക്കുക, വില്ല് തൊടുക്കുക. ആ ക്ഷണം തന്നെ എന്ത് ചെയ്യും, നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാകും എതിരാളി. പക്ഷേ വള്ളൂർ പറയുന്നത് അത് ആ മരണം എന്ന് പറയുന്നത് ക്ഷണനേരം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണെങ്കിൽ വളരെ അറിവുള്ള ജ്ഞാനികളോട് നമ്മൾ അവിടെ വാക്കിന് അവര് പറയുന്നത് അവരുടെ വാക്കുകളാണ് അമ്മായിട്ട് വന്ന് നമ്മളെ തളയ്ക്കുന്നതായിരിക്കും. ആ തള കൊണ്ടാൽ ഓരോ നിമിഷവും നമ്മളെ നീറി എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് പിന്നെ യുദ്ധക്കളത്തിലെ ജവാനോട് ശത്രുത കൊണ്ടാൽ പോലും സാരമില്ല, പാണ്ഡിത്യമുള്ള വളരെ ജ്ഞാനമുള്ളവരോട് അവരുടെ വാക്കുകൾക്ക് എതിരായിട്ട് സംസാരിച്ച് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ച് അവരുടെ ആ വാഗ്മീയം കൊണ്ട് നമുക്ക് തിന്മയെ ഉണ്ടാവുള്ളൂ എന്ന രീതിക്കാണ് വള്ളൂർ ഇവിടെ പറയുന്നത്. അതായത് വില്ലേർ ഉഴവർ പകൈക്കൊളിനും കൊള്ളർക്ക് ചൊല്ലേ ഉഴവർ പകൈ. വില്ലാൽ ഉഴുന്നോരിൽ ഉദ്ദേശിക്കലും വേണ്ട, ചൊല്ലാൽ ഉഴുന്നോരിൽ ഉദ്ദേശം. വില്ലിനെ കലപ്പയാക്കി ഉഴുന്നവരോട് പകൈക്കൊള്ളിനും ശത്രുത പുലർത്തിയാലും ചൊല്ലിനെ അതായത് വാക്കുകളെ കലപ്പയാക്കി ഉഴുന്നവരോട് അതായത് സജീവന്മാരോട് ശത്രുത കൊള്ളാതിരിക്കണം. ഒന്നുകൂടി രമേശൻ നേരെ വിശദീകരിക്കുന്നുണ്ട്. വില്ലുകൊണ്ട് ഉഴുത് യുദ്ധത്തിൽ വിജയം വിളയിക്കുന്ന വീരന്മാരോട് ശത്രുത പുലർത്തിയാലും ചൊല്ലുകൊണ്ട് ഉഴുത് നൂറുമേനി ഫലം വിളയിക്കുന്നവരായ സജീവന്മാരോട് ശത്രുത പുലർത്താതിരിക്കുകയാണ് വേണ്ടത്. വില്ല് അപ്പോൾ തന്നെ കൊല്ലും, എന്നാൽ ചൊല്ല് ഓരോ നിമിഷവും കൊല്ലും. അതായത് വില്ലേൽ ഉഴുന്നോരിൽ ഉദ്ദേശിക്കലും വേണ്ട, ചൊല്ലോൽ ഉഴുന്നോരിൽ ഉദ്ദേശം. ഓവർ. Good evening to all. Thirukural, Part 2, Kural 872. Villerujavar Pagai, Kolinum Kollarka Cholle, Rujavar Pagai. Even though enmity comes with those toiling with bow, turned into plough, never keep animosity with those who plough with words. This Kural emphasizes that while the enmity of those who fight with weapons, bow plowers, is dangerous, the hatred of those who plow with words, intellectuals and criticals, is far more hazardous and harder to withstand. This verse highlights the power of speech, intelligence, and media over physical force. The word plowers are intellectuals, writers, or advisors who can destroy an enemy through strategy, rhetoric, and reputation management, making their enmity far more dangerous than physical combatants. Villerujavar Pagai, Kolinum Kollarka Cholleirujavar Pagai. Thank you. Over, sir. Over. Okay. ദിവാൻ സാർ പറഞ്ഞോളൂ. குறள் 873. ஏமுற்றவரினும் ஏழை தமியனாய் பல்லார் பகை கொள்பவன். தனியாக நின்று பலரின் பகையை தேடிக்கொள்பவனை ஆணவம் பிடித்தவன் என்பதை விட அறிவிலி என்பதே பொருத்தமாகும். அதாவது ஒற்றைக்கு நின்று கொண்டு எல்லாருடையும் பகைன்னு வச்சா எதிர்ப்பினை
തേടി അന്വേഷിച്ച് വാങ്ങുന്നവൻ ആണവം പിടിച്ചവൻ, അഹങ്കാരം കൊണ്ടവൻ എന്ന് പറയുന്നതിനേക്കാളും അവൻ ഒരു മണ്ടൻ എന്നെ അവനെ മണ്ടൻ എന്ന് പറയുന്നതേ പൊരുത്തമാകും ഇവിടെ. அதாவது தனியாக நின்று ஒற்றைக்கு நின்று பலரின் பகையை தேடிக்கொள்பவன், எல்லாருடைய வெறுப்பினையும் துவேஷத்தையும் அன்வேஷிச்சு വാങ്ങിക്കുന്നവൻ ആണവം പിടിച്ചവൻ, അഹങ്കാരം കൊണ്ടവൻ എന്ന് പറയുന്നതിനേക്കാളും അവൻ ഒരു മണ്ടൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. ഓവർ സർ. അടുത്തത് തിരുവള്ളുവർ പറയുന്ന, അതായത് നിന്റെ ആശയപരമായിട്ടോ അല്ലെങ്കിൽ നിന്റെ മനോഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഒന്ന് രണ്ടുപേർക്ക് സഹകരിക്കാൻ പറ്റില്ലെങ്കിലും ഓക്കെ, നീ ശത്രുത അല്ലെങ്കിൽ പക കൊണ്ട് നടക്കാം, അവനോട് മിണ്ടാതിരിക്കും, അവരോട് ബന്ധം പുലർത്താതിരിക്കും. പക്ഷെ നിന്റെ പ്രവൃത്തി കാരണം, നിന്റെ ഗുണത്തിന്റെ മഹിമ കാരണം മറ്റുള്ളവരുടെ എല്ലാവരോടും ശത്രുത പുലർത്തുകയാണെങ്കിൽ നീ ഒറ്റപ്പെട്ടു പോവുകയും ആ ഒറ്റപ്പെട്ടു പോകുമ്പോഴുള്ള ഒരവസ്ഥയും ജീവിതവും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അലയുന്നവന്റെ അവസ്ഥയിലായിരിക്കും അത് മാറുന്നത്. അതായത് നീ ഒരു സമൂഹത്തോട് നിനക്ക് യോജിപ്പാണെങ്കിലും യോജിപ്പല്ലെങ്കിലും ബഹുഭൂരിപക്ഷത്തിനോട് ചേർന്ന് വേണം പോകാൻ. അത് കാരണം നിന്റെ വ്യക്തിത്വം കളയണമെന്നല്ല, പക്ഷെ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് ഒരു സന്ദേശങ്ങൾ ഇവിടെ തരുന്നുണ്ട് ഉള്ളവർ. ഏമുറ്റവരിനും ഏഴൈ തമിയനായി പല്ലാർ പകൈക്കൊള്ളുവൻ. അതിൽ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കുകയാണ്. തമിയനായി, താൻ തികച്ചും ഒറ്റപ്പെട്ടവനായി ഇരുന്നു കൊണ്ട്. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പല്ലാർ, മറ്റു പലരോടും. രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ രണ്ട് വാക്കുകൾ പകൈക്കൊള്ളുവൻ, ശത്രുത പുലർത്തുന്നവൻ. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഏമുറ്റവരിനും, ഭ്രാന്ത് പിടിച്ചവനേക്കാൾ. ഏഴൈ, ഏഴ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദരിദ്രൻ എന്നുള്ള മീനിങ്ങിലല്ല, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എന്നുള്ള മീനിങ്ങിലല്ല, മൂഢൻ തന്നെയാണ് എന്നാണ് കവി പറയുന്നത്. താൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായത്തിന് ആരുമില്ല. ആ അവസ്ഥയിലും മറ്റനേകം പേരോട് പക വെച്ച് പുലർത്തുകയും അവരുടെ എല്ലാം ശത്രുതയ്ക്ക് പാത്രമാവുകയും ചെയ്യുന്നതിന്റെ അവസ്ഥ ഭ്രാന്തനേക്കാൾ കഷ്ടമാകുന്നു. അനവരോട് പക കൊള്ളുവോൻ ഭ്രാന്ത് മുറ്റിയോനേക്കാളും മുടൻ. ഭ്രാന്തനെ എന്താ പറഞ്ഞാൽ പരിചരിക്കാനോ ബുദ്ധിമുട്ടാണ്. അത് ആ ഭ്രാന്ത് മുറ്റിപ്പോയ ഒരാളിനോടാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു സഹവാസം അല്ലെങ്കിൽ ബന്ധം പുലർത്താൻ സാധിക്കുക? അത് ബുദ്ധിമുട്ടാണ്. അതാ പറഞ്ഞ അനേകരോട് പക കൊള്ളുവോൻ ഭ്രാന്ത് മുറ്റിയോനേക്കാളും മൂഢൻ. അത് കാരണം അങ്ങനെയുള്ളൊരു ശത്രുതയ്ക്കുള്ള കാരണം എന്താണെങ്കിലും അത് ഒഴിവാക്കി സൗഹൃദത്തോടെ വേണം പോകാൻ എന്ന് കവി ഇവിടെ പറയുന്നുണ്ട്. ഏമുറ്റവരനും ഏഴൈ തമിയനായി പല്ലാർ പകൈക്കൊള്ളുവൻ. ഓവർ. Thank you, sir. One gathering enmity of many singularly is ignorant than an insane. In Kural 873, Valluvar asserts that a person who intentionally provokes the collective enmity of many while standing alone is more foolish than someone suffering from incomplete insanity. While a lone enemy is manageable, a person who attracts a multitude of foes displays a total lack of strategic foresight and self-preservation. The wisdom of Kural 873. This verse highlights the social suicide of isolationist arrogance. To turn the world against yourself is to ensure a struggle that no amount of personal strength can overcome. It is a warning against the hubris of thinking one is above the collective power of others. The Purana story, Shishupala's fatal arrogance,
In the Mahabharata, King Shishupala provides a perfect example of this greater than madness folly during the Rajasuya Yajna. Despite being warned, Shishupala chose to stand alone and hurl a barrage of 100 insults at Lord Krishna in a hall filled with the world's most powerful kings and sages. By mocking the guest of honor and challenging the assembly, he effectively turned every righteous warrior in the room into an enemy simultaneously. He ignored the reality that his singular strength was nothing against the collective divinity and political power of the Pandavas and Krishna. His inability to restrain his tongue or sense his isolation led to his swift execution by the Sudarshana Chakra. Shishupala's end proves that when one man invites the wrath of many through arrogance, he isn't just brave, he is fundamentally disconnected from reality. Thank you, sir. ஓகே சார். குறள் 874. பகை நட்பா கொண்டொழுகும் பண்புடையாளன் தகைமைக்கண் தங்கிற்று உலகு. பகையையும் நட்பாகச் செய்து கொண்டு நடக்கும் பண்புடையவனது பெருந்தன்மையில் உலகம் തങ്ങിയിരിക്കും. അതായത് നമ്മുടെ എനിമീസെയും നമ്മുടെ ഫ്രണ്ട്സാക്കണം എന്നാണ് ഇവിടെ വള്ളൂർ പറയുന്നത്. അങ്ങനെ ഒരുത്തൻ ചെയ്യുവാണെങ്കിൽ ലോകം അവൻ്റെ പുറവിൽ നിൽക്കും. അതാണ് മെസ്സേജ്. അതായത് பகைவர்களையும் நட்பாக்கி கொள்ள வேண்டும். அப்படி செய்தால் உலகத்தில் சமாதானம் நிலவும். அதுதான் அதோட மெசேஜ். ഓവർ സർ. ഓക്കെ. കുറൾ 874. ശത്രുബല വീക്ഷണം. பகை நட்பா கொண்டு ஒழுகும் பண்புடையாளർ തകൈമൈക്കൾ തങ്കിറ്റുലക്. വൈരത്തെ സ്നേഹമായി മാറ്റിടും വിജ്ഞന്റെ മഹനീയതയ്ക്കുള്ളിൽ ഒതുങ്ങിടും ലോകവും. പകയെയും സ്നേഹമാക്കുന്നോന്റെ സംസ്കാര മഹിമയിൽ വാഴുന്നു ലോകം. എന്ന് വെച്ചാല് ശത്രുവിനെയും മിത്രമായി കാണുക, വിരോധത്തെ സ്നേഹമായി മാറ്റുക. അങ്ങനെയുള്ള ശക്തി ഒരാളിനുണ്ടായാൽ അത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്, മഹനീയതയ്ക്ക് കാരണമാകുന്നു. അത് അവന്റെ മഹനീയതയാണ് വിളിച്ചോതുന്നത്. ഈ ലോകം തന്നെ ആ മഹാമനസ്കതയുടെ മുന്നിൽ ഒതുങ്ങി നിൽക്കും. പകയെ സ്നേഹമാക്കി സമ്പർക്കം പുലർത്താൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ കഴിയുന്ന മഹത്തുക്കളുടെ കീർത്തിയിലാണ് ഈ ലോകം ശാന്തിയോടെ നിലകൊള്ളേണ്ടത്. ശത്രുത അഥവാ വൈരം ഇല്ലാത്ത ലോകത്ത് എല്ലാവിധ ക്ഷേമ ഐശ്വര്യങ്ങളും കുടികൊള്ളുമെന്ന് ഈ കുറൾ പ്രസ്താവിക്കുന്നു. നമുക്ക് എന്ത് തന്നെ ശത്രുത ചെയ്താലും മനസ്സിന്റെ ഒരു കോണിൽ നമുക്ക് അതിന്റെ പക ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പക ഉണ്ടാകാൻ പാടില്ല. ഫർഗ്യൂനെസ് അതുപോലെയാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ സന്തോഷം. നമുക്ക് ദ്രോഹം ചെയ്തവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. വിരോധം ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ മനസ്സിനെ തന്നെ വേദനിപ്പിക്കും. അസ്വസ്ഥതകളും അസുഖങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക, ക്ഷമിച്ച് അവരെ സ്നേഹിതനായി മാറ്റാൻ കഴിയുകയാണെങ്കിൽ നമുക്കും അത് നല്ലതാണ്, അവർക്കും നല്ലതാണ്. അതാണ് പറയുന്നത്. പകை നட்பா കൊണ്ടൊഴുകും പண்புடையாளர் തകമൈ കൺ തങ്കിറ്റുലക. കുറൾ 874. താങ്ക് യു സർ. குறள் 874. பகை நட்பா கொண்டொழுகும் பண்புடையாளன் தகைமை கண் தங்கிற்று உலகு. World persists due to the greatness of people alerting rage into love. This Quran emphasizes that true greatness lies in tuning enemies into friends through kindness.
The verse highlights that the world depends on people who possess the virtue to transform enmity into friendship. Core message: rather than merely destroying an enemy, a truly cultured person wins them over, showing the highest form of character. The world survives or flourishes because of such noble individuals who bring harmony out of conflict. Refined approach. It emphasizes diplomatic wisdom and emotional endurance over brute force in dealing with the opposition. பகை நட்பாக் கொண்டழுகும் பண்புடையாளன் தகைமை கண் தங்கிட்டு உலகு. Thank you. Over. ജോൺ സാർ. குறள் 875. தன் துணை இன்றால் பகை இரண்டால் தான் ஒருவன் இன்துணையாக் கொள்கவற்றின் ஒன்று. തനക്ക് ഒരു തുണയില്ല, ആ കണ്ടീഷനാണ്. തനക്ക് ഫ്രണ്ട്സ് യാരും ഇല്ല ആ സമയത്ത്. പക്ഷേ പകയോ രണ്ട് പകയുണ്ട്, തനക്ക് ഫ്രണ്ട്സ് യാരുമേ ഇല്ല എന്നുம்போது അങ്ങനെ വരக்கூடிய കാലഘട്ടത്തിൽ പകയില 2 പക ഉണ്ടല്ലോ, പകയില ഒരു എണ്ണത്തെ ചൂസ് ചെയ്യുക. പകை அப்போதைக்கு ആ സമയത്ത് തനക്ക് ഇണയാക പകை ஒன்றை கூட்டிக் கொண்டால் அதுதான் புத்திசாலித்தனம். തനക്ക് ഒരു തുണയില്ല, തനക്ക് തുണയേ கிடையாது, പക്ഷേ പകை 2 ഉണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്ത് ആ സമയത്ത് നമ്മൾ ആ പകയിലിരുന്ന് ഒരു എണ്ണത്തെ നമുക്ക് തുണയാക, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കൂട്ടിക്കൊള്ളുക എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം വേൾഡിൽ നടക്കുന്നത് എങ്ങനെയാണ്, ഒരു ചേർന്നുകൊണ്ട് ഫൈറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു മെസ്സേജാണ് തിരുവള്ളുവർ പറയുന്നത്. അത് അന്നേ പറഞ്ഞു, പണ്ടേ 2000 വർഷത്തിന് മുമ്പേ തിരുവള്ളുവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. ഓവർ സർ. குறள் 875. தன் துணை இன்றால் பகை இரண்டால் தான் ஒருவன் இன்றுணையார் கொள்வற்றின் ஒன்று. താൻ ഒറ്റ, ശത്രുത 2, ഇവയിലൊന്നിനെ തൻ വശവർത്തി ആക്കണം എന്ന് പറയുന്നു. അതായത് തൻ തുണായി, ഇതനിക്ക് സഹായമായിട്ട് ഇன்று ഒന്നും തന്നെ ഇല്ല. പകൈ, ഉപദ്രവിക്കാനുള്ള ശത്രുതയോ 2 ഉണ്ട് താനും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ താൻ ഒരുവൻ, ഒറ്റപ്പെട്ടവനായ താൻ, അവയിൽ നിന്ന് ഒന്ന്, തനിക്ക് യുക്തമെന്ന് തോന്നുന്ന ഒന്നിനെ ഇൻതുണയാ, അപ്പോഴത്തേക്ക് ആണെങ്കിൽ പോലും തുണയായി കൊള്ളുക, സ്വീകരിച്ചു കൊള്ളുക. അതായത് തനിക്ക് താൻ മാത്രമേ ഉള്ളൂ, സഹായത്തിന് മറ്റൊന്നുമില്ല, ശത്രുയാണെങ്കിൽ 2. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണം? തമ്മിൽ ഭേദപ്പെട്ട ഒന്നിനെ മെല്ലെ പ്രീണിപ്പിച്ച് വശത്താക്കി കൊള്ളണം. അങ്ങനെ പകയുടെ ശക്തി നേർപകുതിയായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് എന്താ പറയുക, സ്വസ്ഥമായി കഴിയാനുള്ളൊരു അവസ്ഥയും ഉണ്ടാകും എന്ന് കവി പറയുന്നുണ്ട്. താൻ ഒറ്റ, ശത്രുത 2, ഇവയിലൊന്നിനെ തൻ വശവർത്തി ആക്കണം. ഓവർ. ജോസർ അൺമ്യൂട്ട് ചെയ്യണേ. Thank you, sir. குறள் 875. தன் துணை இன்றால் பகை இரண்டால் தான் ஒருவன் இன்துணையாக் கொள்கவற்றின் ஒன்று. None to help. Enemies are 2. You are alone. In that situation, make one of the foes your friend. This Quran advises that when a person is confronted by 2 enemies simultaneously,
they should strategically win one over to their side to turn the tide. This teaches the diplomatic and military tactic of divide and rule to secure victory. Core meaning: when a person has to fight two enemies at the same time, rather than battling both, they should find a way to make one of them an ally. தன் துணை இன்றால் பகை இரண்டால் தான் ஒருவன் இன் துணை யா கொள்க வற்றின் ஒன்று. Thank you. Over. குறள் 876. தேரினும் தேராவிடினும் அழிவின்கண் தேரான் பகாஅன் விடல். ஒருவனது பகையை முன்பே தெரிந்தோ தெரியாமலோ இருந்தாலும் நெருக்கடி வந்தபோது அவனை நெருங்காமலும் விலக்காமலும் விட்டுவிடுக. അതായത് ഒരു നമ്മുടെ എനിമിനെ കുറിച്ച് നേരത്തെ നമുക്ക് தெரிஞ்சிருந்தെങ്കിലും தெரியாது ഇരുന്നെങ്കിലും ഒരു വാർ പോലത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവനടുത്ത് അടുക്കാതും വിലക്കാതും നിൽക്കണം എന്നാണ് പറയുന്നത്. അതായത് ന്യൂട്രലിൽ നിൽക്കണം, ന്യൂട്രലിൽ നിന്ന് പോവുക എന്നാണ് തിരുവള്ളുവർ പറയുന്നത്. അതായത് വാർ വരുന്ന സമയത്ത്, പകை വരുന്ന സമയത്ത് അവനോട് പൊറുതാത്, അവനോട് ഫ്രണ്ട്ഷിപ്പും കാണിക്കാതിരിക്കുക, അതുപോലെ എൻമിറ്റിയും കാണിക്കാതിരിക്കുക. ഇതാണ് മെസ്സേജ്. ഓവർ സർ. സാറേ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്തു. വനദ സാർ അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ. സാർ പറയണം മലയാളം. ഖുറൽ 876. അതായത് ഒരാളെ കുറിച്ച് നമുക്ക് അറിയാതെ ഇരിക്കുകയോ ചെയ്യാം. പക്ഷെ ആ രീതിക്ക് വേണം നമ്മളൊരു ആപത്ത് വരുമ്പോൾ അത് ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അധികം അടുക്കാനും പാടില്ല, അധികം അകലാനും പാടില്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം എന്ന് ഇവിടെ കവി പറയും. ഇത് ഒരു രാജ്യത്തിന്റെ അവസ്ഥയിലാണ് തിരുവള്ളുവർ പറയുന്നത്. തേറിനും, അതായത് ശത്രുവിന്റെ നിലപാട് അറിഞ്ഞാലും, 2 തേറാവിടിനും അറിയാതിരുന്നാലും, ആദ്യം മൂന്നാമത്തെ വാക്ക് അഴിവിൻകൺ, തനിക്ക് ഒരിടത്ത് വീഴ്ച ഉണ്ടാകുമ്പോൾ തേറാൻ ഒഴിവാക്കാതെയും എന്നാൽ പകായൻ അടുക്കാതെയും വിടൽ നടുനിലയിൽ കൊള്ളുക, അത് മധ്യസ്ഥയിൽ നിന്നേക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. ശത്രുവിന്റെ നിലപാട് എന്തെന്ന് വ്യക്തമായി അറിയാമെങ്കിലും ഇല്ലെങ്കിലും ദുർഘട സ്ഥിതി വന്നുപെടുമ്പോൾ ശത്രുവിനോട് അധികം അകലാതെയും അടുക്കാതെയും നടുനിലയിൽ കഴിയുന്നതാണ് ബുദ്ധി. അറിയിലും ഇല്ലെങ്കിലും താഴ്വിൽ അരികളോട് അകലാതെ അടുക്കാതെ നിൽക്കാം. പോവാം. Whether a person is known or unknown earlier, at the time of imminent danger, don't keep much close or distant. Correlate 77. குறள் 877. நோவர்க்கு நொந்தது அறியார்க்கு மேவர்க்கு மென்மை பகைவர் அகத்து. அதாவது தான் நொந்ததை தாமாகவே அறியாத நண்பருக்கு சொல்ல வேண்டாம். வலியிழந்த நேரத்தை எதிர்பார்க்கும் பகைவரிடம் தன் மெலிவையும் புலப்படுத்த வேண்டாம்.
ഇത് ഒരു നല്ല ഒരു മെസ്സേജാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ മറ്റവരിടത്ത് പറയരുത്. മറ്റവരിടത്ത് വെച്ചാൽ ഈവൻ ക്ലോസ് ഫ്രണ്ട്സിനടുത്ത് പോലും പറയരുത്. അതേപോലെ നമുക്ക് വലിയിழந்த நேரம், വലിയിழந்து വെച്ചാൽ നമ്മുടെ വലിമൈ, നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞ സമയത്ത്, ആ സമയത്ത് നമ്മൾ പകയവരെന്ന് വെച്ചാൽ നമ്മുടെ എനിമീസിനടുത്ത് നമ്മുടെ വീക്ക്നെസ് കാണിക്കരുത്, കരുതി ഇരുന്നു കൊള്ളണം എന്നാണ് திருவள்ளுவர் പറയുന്നത്. அதாவது தான் நொந்ததை தாமாகவே அறியாத நண்பருக்கு சொல்ல வேண்டாம். நண்பர்னு വെച്ചാൽ ഫ്രണ്ട്. തന്നുடைய കഷ്ടങ്ങൾ, താൻ കഷ്ടപ്പെടുന്ന കാര്യം അത് தெரியாதிരിക്കുന്ന ഫ്രണ്ട്സിനടുത്ത് പോലും പറയരുത്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെങ്ത് ഇല്ല, വീക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനിമീസ് ഇടത്ത് ഞാൻ വീക്കായിട്ടുണ്ട്, ഞാൻ അങ്ങനത്തെ ഒരു ഇത് കാണിക്കാൻ പാടില്ല. അത് ഒരു സ്ട്രാറ്റജിക് ഒരു അപ്രോച്ചാണ്. ഈ ഒരു മെസ്സേജാണ് തിരുവള്ളുവർ ഇവിടെ പറയുന്നത്. ഓവർ സർ. നോവർക്ക് നൊന്തറിയാർക്ക് മേവർക്ക് മേന്മൈ പകയവർ അകത്ത്. ആദ്യത്തെ വരെ രണ്ടാമത്തെ വാക്ക് നൊന്തത്, തൻ്റെ ദുഃഖമായ അനുഭവങ്ങൾ. ആദ്യത്തെ വരിലെ മൂന്നാമത്തെ വാക്ക് അറിയാർക്ക്, സ്വയമേവേ അറിയാത്തവരായ സ്നേഹന്മാരോട്. ആദ്യത്തെ വരിലെ ആദ്യത്തെ വാക്ക് നോവർക്ക്, താനായിട്ട് സങ്കടം പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. അതുപോലെ തൻ്റെ രണ്ടാമത്തെ വരിലെ ആദ്യ വാക്ക് മെന്മൈ, ബലഹീനതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ക്ഷീണാവസ്ഥ തുടങ്ങിയ യാതൊന്നും പകയവർ അകത്ത്, തരം പാർത്തിരിക്കുന്ന ശത്രുക്കളോട് മേവർക്ക് അറിയിക്കാതിരിക്കുക. അതായത് തൻ്റെ ബലവും ബലഹീനതകളും തന്നോട് ശത്രുത പുലർത്തുന്നവർ അറിയാതിരിക്കുന്നതാണ് ഉത്തമം. അഥവാ അവരറിഞ്ഞാൽ നമ്മളെ ആക്രമിക്കാനും നമുക്ക് എന്താ പറഞ്ഞ പോലെ തിന്മ ചെയ്യാനും അവർ ചിന്തിക്കും. അത് കാരണം നമ്മുടെ കുറവും കുറ്റങ്ങളും നമ്മൾ തന്നെ ഇരിക്കണം, അത് വിളമ്പി നടക്കരുത് എന്നാണ് കവി ഇവിടെ സൂചന നൽകുന്നത്. തനിക്കുണ്ടാകുന്ന നിസ്സഹായാവസ്ഥയും ദുഃഖവും കണ്ടോ കേട്ടോ സ്വയം അറിഞ്ഞ് സഹായിക്കാൻ മുതിരാത്ത സുഹൃത്തുക്കളോട് അതൊന്നും പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. പറയുന്നത് കൊണ്ട് വിശേഷവും ഇല്ല. അതുപോലെ തൻ്റെ ബലഹീനതകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒന്നും യാതൊരു കാരണവശാലും ശത്രുക്കളോടും പറഞ്ഞുകൂടാ. അതും വിപരീത ഫലമേ ചെയ്യൂ. അവിടെ സഹാനുഭൂതി അല്ല ലഭിക്കുന്നത്, മറിച്ച് അവരുടെ ആക്രമണം അല്ലെങ്കിൽ അക്രമാസക്തമായ നിലപാടായിരിക്കും പുറത്തു വരിക. അത് നമുക്ക് വീണ്ടും ദോഷമേ ചെയ്യൂ എന്നാണ് പറയുക. അറിയാത്ത തോഴരോട് ഓതായ തൻ ദുഃഖം അവശതകൾ ശത്രുക്കളോടും. ഓവർ. Kural 877 states that don't inform personal sorrows to those who don't understand them. Don't be soft to enemies too. That means never reveal your troubles to those who cannot comprehend them, nor expose your weakness to your enemies. When friends are unaware of their sufferings, it is better not to tell them about them and to show off their lack of strength to their enemies. In other words, do not speak to friends about your troubles if they are unaware of them. Likewise, do not reveal your lack of strength even to your enemies. In short, keep your sorrows from strangers and your weakness from enemies. Thank you. Over. குறள் 878. வகையறிந்து தற்செய்து தற்காப்ப மாயும் பகைவர்கண் பட்ட செருக்கு. வழிவகை உணர்ந்து தன்னையும் வலிமைப்படுத்திக் கொண்டு தற்காப்பும் தேடிக்கொண்டவரின் முன்னால்
பகையின் ஆணவம் தானாக ஒடுங்கிவிடும். அதாவது இது ஒரு ஸ்ட்ராட்டஜிக் അപ്രോച്ചാണ്. ഇപ്പം യുദ്ധം നടക്കുന്നുണ്ട്. അപ്പം തന്നോட സ്ട്രെങ്ത്തും തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങളെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് ഒരു ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റോ നിൽക്കുകയാണെങ്കിൽ പகைவர் എന്ന് വെച്ചാൽ ആപ്പോസിഷൻ, ശത്രുക്കളുടെ ആണവം, അവരുടെ അഹങ്കാരം തന്നെത്താനെ പോയിക്കോളും എന്നാണ് തിരുവള്ളുവർ ഇവിടെ പറയുന്നത്. ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ് വേണ്ടത്. അതായത് തന്നെയും പ്രൊട്ടക്ട് ചെയ്ത് കൊള്ളണം, അതുപോലെ തൻ്റെ സ്ട്രെങ്തയും ഇൻക്രീസ് ചെയ്ത് കൊള്ളണം എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വള്ളുവർ പറയുന്നത്. ഓവർ സാർ. ഖുറൽ ഖുറൽ 878. 78 വകയറിന്ത് തർച്ചെയ്ത് തർക്കാപ്പമായും പകൈവർ കൺപട്ട ചെരുക്ക്. നേരത്തെ ആരാഞ്ഞ് സേനയെ ചേർത്തിട്ടു കരുതി കഴിക്കയിൽ ശത്രുവിൻ ഡമ്പു പോവും. നിഷ്ഠയൊടു കർമ്മങ്ങൾ ചെയ്തു കാത്തിടുകൽ കെട്ടുപോവും അരിവൈരമെല്ലാം. എന്ന് വെച്ചാല് ശത്രുത്വം നേരത്തെ മനസ്സിലാക്കണം നമ്മൾ. ശത്രുവിനെ ആ ശക്തി ശേഖരിച്ച് കരുതി വയ്ക്കുക, ജീവിക്കുക. ശത്രുവിന്റെ ശക്തി നാം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ ശത്രുവിന്റെ അഹംഭാവം മാറും, അയാളെ തോൽപ്പിക്കാൻ സാധിക്കും. ശത്രു എങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ലെങ്കിൽ നമ്മെ അവർ തോൽപ്പിക്കും. ചുറ്റും ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. ധനത്തിനാലോ മറ്റുള്ള കാര്യത്തിനാലോ ശത്രുതയുണ്ടാകും. അതിനാൽ ശത്രുത്വം മനസ്സിലാക്കി ശക്തി സംഭരിച്ച് കരുതലോടെ ജീവിക്കുക. അപ്പോൾ ശത്രുവിന്റെ അഹംഭാവത്തെ മാറ്റാൻ സാധിക്കും. ശത്രുവിന്റെ അഹങ്കാരം ചിലപ്പോൾ ആ അഹങ്കാരം ഉണ്ടാകുന്നത് ചിലപ്പോൾ പകയാൽ ആകാൻ കാരണം. അങ്ങനെയാണെങ്കിൽ അത് അപകടകരമായി തീരും. ആ അഹങ്കാരത്തെ നാം ഒതുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് രാജഭരണത്തിനായാലും നന്മയുണ്ടാകും. ഈ ഖുറൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ശത്രുക്കളുടെ അഹംഭാവം അടക്കാനാവില്ലെങ്കിൽ നമുക്ക് മരണം വരെ അനുഭവിക്കേണ്ടി വരും, ആയുസ് കുറയും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ശത്രുവിന്റെ ശക്തി എത്രമാത്രം ശക്തനാണ് ശത്രു എന്ന് മനസ്സിലാക്കുക, ജീവിക്കുക. വകയറിന്ത് തർച്ചെയ്തു തർക്കാപ്പമായും പകൈവർ കൺപട്ട ചെരുക്ക്. താങ്ക് യു. ഓവർ. If necessary, security is confirmed by knowing things to be done with own strength. Fury to enemy will subside on itself. Qur'an 879. இளைதாக முள்மரம் கொள்க കളയുളർ കൈകൊല്ലും കാഴ്ത്ത ഇടത്ത്. അതായത് നമ്മുടെ ഒരു കൃഷി ചെയ്യുമ്പോൾ പാഴ്ചെടികളുണ്ട്. പാഴ്ചെടികൾ ചെറുതായിരിക്കുമ്പോഴേ അത് കളഞ്ഞു കൊല്ലുക, അല്ലെങ്കിൽ അത് വളർന്നു പോയാൽ അത് നമുക്ക് തന്നെ വിനയാകും എന്ന ഒരു മെസ്സേജാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. അതായത് മുൾമരംங்கிறது ഈ ചെറിയ തോൺസ് ഉള്ള ഒരു ചെടിയാണ്. അപ്പം അത് ഒരു മരമായിട്ട് വളരും. അത് ചെറിയ ചെടിയായിരിക്കുമ്പോഴേ അതിനെ പിഴുതു കളയുക, அதை நம்ம பறித்து எடுத்து மாற்றிவிட வேண்டும். இல்லை என்றால் அது பெரிய மரமாக வரும். பெரிய மரமாக வரும்போது நாம் அதனை வெட்ட முயன்றால் നമ്മുടെ കൈകളിൽ മുൾ കുത്തും. അതാണ് താൺസ്. നമ്മുടെ അങ്ങനെ ആ സമയത്ത് നമ്മൾ അത് വെട്ടിക്കളയുന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ മുള്ള് നമുക്ക് തന്നെ വേദന തരും. അതുകൊണ്ട് അത് ചെറിയ ചെടിയായിരിക്കുമ്പോഴേ കളയണം. അതുപോലെ പകை എന്ന് പറയുന്നதையும் ചെറിയ ചെടിയായിരിക്കുമ്പോഴേ കളഞ്ഞാൽ നമുക്ക് നല്ലത് എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സാർ. இலைதாக முள்மரம் கொள்க കളയുനർ കൈ കൊല്ലും കാഴ്ത്ത വിടത്ത്. മുടയിലേ നുള്ള മുൾമരം മുற்றிയാൽ കളയും അത് കയ്യിനെ തന്നെ. ഇനി ഖുറനിലേക്ക് വരാം. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് മുൾമരം, നശിപ്പിച്ച് കളയേണ്ടതായ മുൾമരത്തെ. ഇവിടെ ആ വിദ്വേഷത്തെ, പകയെ അല്ലെങ്കിൽ ശത്രുതയെ ഒരു മുൾ മരത്തിനോട്, വൃക്ഷത്തോടെയാണ് കവി ഉപമ ചെയ്യുന്നത്.
ആ ഒരു വിദ്വേഷം തുടക്കത്തിലെ ചെറുതായിരിക്കുന്ന ആ പക അല്ലെങ്കിൽ വിദ്വേഷം അന്ന് അതിനെ എന്ത് ചെയ്യാൻ ആ ബന്ധം വേണ്ടാന്ന് വെക്കുകയോ ഉണ്ടായിരുന്നാണ്. നശിപ്പിച്ച് കളയേണ്ടതായ മുൾമരത്തെ നീ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ ഇളയതാകെ, അതായത് അതിന്റെ അതായത് മുളയിലെ തന്നെ കൊല്ലുക, നശിപ്പിച്ച് കളയുക. അതല്ലാതെ കാലം കടന്ന് പോവുകയാണെങ്കിൽ, രണ്ടാമത്തെ വരയിലെ അവസാനത്തെ 2 വാക്ക്, കാൽത്തവിടത്ത് മുറ്റിക്കഴിഞ്ഞതിന് ശേഷം കളയാനാണ് ഭാവിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്ന? ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് കളയുന, അത് കളയാൻ നോക്കുന്ന രണ്ടാമത്തെ ഒരു Ural 879. In tender age, cut thorny plant. If goes to chop off while turning tree, hands of woodcutter get wounded. Chop down a thorny tree while it is young. Left it to grow mature, it will cut the cutter's hand. A thorny tree should be uprooted while it is still small. If allowed to grow large, it will injure the hands of the person attempting to cut it down. Similarly, one must avert enmity or danger while it is still in its embryonic stage. Eliminating a threat while it is small ensures safe. If allowed to grow, it will ultimately cause us harm. Thank you. Over. குறள் 880. உயிர்ப்ப உளரல்லர் மன்ற செயிர்ப்பவர் செம்மல் சிதைக்கலாதார். நம்மை பகைப்பவரின் செருக்கை ஏளனமாய் எண்ணி அழிக்காமல் விடுபவர் மூச்சு விடும் நேரத்திற்குள் பகைவரால் நிச்சயம் அழிக்கப்படுவார். അതായത് ഡോണ്ട് ടേക്ക് അവർ എനിമീസ് ലൈറ്റ്ലി. അങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നതിന് മുമ്പ് തന്നെ ആ നമ്മുടെ എനിമി നമ്മളെ കൊന്നുകളയും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മை പகைപ്പവരിൻ ചെറുക്കൈ ഏളനമായി എണ്ണി എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് എടുക്കുന്നത്, സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നത്. അഴിക്കാമൽ ഇവിടെ അവനെ ഡിസ്ട്രോയ് ചെയ്യാതെ നമ്മൾ വിട്ട് കളഞ്ഞാൽ, നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നതിന് മുമ്പ് തന്നെ അവൻ കൊല്ലും. ഇതാണ് മെസ്സേജ്. ഓവർ സർ. ഇന്നത്തെ ഈ പാഠത്തിലെ അവസാനത്തെ ഈരടി കുറൾ 880. ഉയിർപ്പ ഉളരല്ലർ മന്റെ ചെയർപ്പവർ ചെമ്മൽ ചിതൈക്കല താർ. ശ്വാസമുള്ളോളവും വാഴില്ല അരികൾ തൻ ത്രാസം ചതിച്ചടക്കാത്തോ. ശത്രുക്കളുടെ അഹങ്കാരത്തെ നശിപ്പിക്കാൻ കഴിയാത്തവർക്ക് ധൈര്യത്തോടെ ദീർഘകാലം ജീവിക്കാൻ കഴിയില്ല. സുഖദം നിഴലും തണ്ണീർ ചിലകാൽ ദ്രോഹമേകിടും, അതുപോലെ കുടുംബക്കാർ ദ്രോഹ കാരണമായിടാം. നിങ്ങൾ ഒരാളെ ശത്രുവായി മാറ്റിയാലും ഇല്ലെങ്കിലും
പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ ആ ശത്രുതയെ പ്രോത്സാഹിപ്പിക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സഹാനുഭൂതി കാണിക്കാൻ കഴിയാത്തവരോട് നിങ്ങളുടെ വേദന ഒരിക്കലും പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വെളിപ്പെടുത്തരുത്. ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ അറിയുക, സ്വയം ഒരുങ്ങുക. ഇവ തീർച്ചയായും ശത്രുവിന്റെ വീമ്പിളക്കലിനെ നേരിടും. ഒരു മുള്ളുള്ള മരം ചെടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ പറിച്ചു കളയുക. പൂർണ്ണമായി വളർന്നു കഴിഞ്ഞാൽ അത് ഇടയിലെ കള പറിക്കുന്നവന്റെ കൈകൾ മുറിവുള്ളതാക്കും. ശത്രുവിന്റെ അഹങ്കാരത്തെ തകർക്കാൻ കഴിയാത്തവൻ അവർ വിഷം ചീറ്റുന്ന നിമിഷം തന്നെ പരാജയപ്പെടും. ഇങ്ങനെയാണ് ഇന്നത്തെ തിരുക്കുറളിന്റെ സാങ്കത്യം നമ്മെ പഠിപ്പിക്കുക. ചുരുക്കത്തിൽ നമ്മുടെ എതിരാളിയെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ പ്രാപ്തി അറിഞ്ഞിരിക്കണം. എന്നിട്ട് മുളയിലെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണെങ്കിൽ അത് അവസാനിപ്പിക്കുക. യോജിപ്പിലൂടെ കടന്നു പോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പോവുക. പകരം സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ബലം വർദ്ധിപ്പിക്കുക, ശത്രുവിനെ അത് ബോധ്യപ്പെടുത്തുക. നമ്മുടെ ബലഹീനത ചുമ്മാ എല്ലായിടത്തും കെട്ടടിച്ചിറക്കരുത്. നമ്മുടെ ദൗർബല്യങ്ങളും പോരായ്മകളും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളമ്പുകയല്ല വേണ്ടത്. അപ്പൊ അത് വെച്ചവൻ നമ്മുടെ ബലഹീനത ചൂഷണം ചെയ്ത് നമ്മെ ദ്രോഹിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. കുറെയൊക്കെ നമുക്ക് അനുഭവങ്ങളിൽ നിന്നറിയാം. ഇനിയിപ്പോ അനുഭവങ്ങൾ എത്തിയിട്ടല്ല, ഒരു മുഴം മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വീണ്ടും വിചാരത്തോടെ പെരുമാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെയൊക്കെ നമ്മൾ ഈ പഠിച്ച കുറളിന്റെ പശ്ചാത്തലത്തിലൊക്കെ നോക്കിയാൽ ശത്രു വളർന്നു വരുന്നതിന് മുമ്പേ അവനെ നേരിടണമെന്നുള്ള വിചാരമാണ് രണ്ടു പക്ഷത്തുമൊക്കെ ഉള്ള ആളുകൾക്കുള്ളത്. ഇല്ലെങ്കിൽ അവൻ വല്ലാതെ വളർന്നു കഴിയുമ്പോൾ ഒരു വിധത്തിലും പിടിച്ചാൽ കിട്ടാത്തതുപോലെ ആകും. ഒപ്പം അവരൊക്കെ വേറെ ചില രാജ്യങ്ങളെയും ഒക്കെ സഖ്യകക്ഷികളാക്കി ചേർത്തിട്ട് നമ്മുടെ പിൻബലം ഇത്ര ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാം, ഏതൊക്കെ തരത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവനെ പീഡിപ്പിക്കാം, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളും വലിയ ലോക പോലീസുകാരനൊക്കെ ചെയ്യും. അപ്പോ അതിൽ ചില ആളുകൾ വാടി തളർന്നു പോകും. ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ അന്തഛിദ്രം നമ്മുടെ ഇടയിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കും. അതാത് രാജ്യത്തെ അരക്ഷിതത്വത്തിൽ കഴിയുന്നവര്, അസംതൃപ്തരായിട്ടുള്ളവരെ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് അവിടെ ഒരു ആഭ്യന്തര കലാപം കൂടെ ഇതോടൊപ്പം ഇറക്കിവിടും. ഇതൊക്കെയാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെയൊക്കെ പൊരുളിൽ അതെല്ലാം ഉണ്ട്. വരികൾക്കിടയിൽ നമുക്കതെല്ലാം വായിച്ചെടുക്കാൻ പറ്റും. ഇത് രാജ്യങ്ങളെ സംബന്ധിച്ച് രാജാവിന് വേണ്ടി നൽകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് വ്യക്തി ജീവിതത്തിലും നമ്മളൊക്കെ ചുറ്റുപാടുകളിൽ അനുവർത്തിച്ച് പലരും നിലനിൽക്കുന്നത്. ഇവിടുത്തെയൊക്കെ വമ്പൻ കുത്തകകൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തനിക്ക് ഭീഷണിയാവുമെന്ന് നേരത്തെ തന്നെ അറിയുന്ന ചെറിയ നേതാവിനെ പണ്ടേ നുള്ളി ദൂരോട്ട് കളയും. നമ്മളെ കാണുന്ന സംഗതിയാണ്. ഇല്ലെങ്കിൽ
ഏറ്റുമുട്ടിയാൽ പരാജയപ്പെടുമെന്ന് തോന്നുന്നവനോട് ഏറ്റുമുട്ടാതിരുന്നു കളയും. അവനുമായിട്ട് അനുനയത്തിന് പോകും. പിന്നെ അവൻ കോപിച്ചും കലഹിച്ചും ഒക്കെ ഇരിക്കുമ്പം വീണ്ടും അവന്റെ കോപത്തെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വെച്ചാൽ അവൻ ചിലപ്പോൾ നമുക്കിട്ട് പണി തരും നിർണായക നിമിഷങ്ങളിൽ. ഇപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് കാണാൻ സാധിക്കും. ഒരു നിർണായക നിമിഷമാണ്. ആ നിമിഷം ചിലപ്പോൾ തലക്കിട്ട് അടി തന്നിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ പാഠങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ തിരുക്കുറലിലൂടെയും ലഭിക്കുകയാണ്. നമുക്ക് പറ്റുന്നതും സ്വീകാര്യമാകുന്നതും യുക്തമെന്ന് തോന്നുന്നതുമൊക്കെ ആയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് അടിവരയിടാൻ ഈ പാഠമൊക്കെ പഠിക്കുമ്പോൾ സാധിച്ചാൽ നന്നായി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അത്തരത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ കുറൽ സെഷനെ മനോഹരമാക്കിയ മണികണ്ഠൻ സാർ, അതോടൊപ്പം തന്നെ നയനാർ സാർ, സാബു സാർ, ജോർജ് സാർ, ഓമന ടീച്ചർ, ശ്രീകുമാരി മാം, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. കേൾവിക്കാരും ശ്രോതാക്കളുമായി ഇതിൻ്റെ അകത്ത് എല്ലാ ആഴ്ചയിലും വന്ന് പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇന്നും വന്നവർ, അവരെയും നന്ദിയോടെ ഓർക്കുന്നു. മറ്റൊരു പാഠവുമായി മണികണ്ഠൻ സാറല്ല, ആദി ഭഗവാൻ. ഓക്കെ, ആദി ഭഗവാൻ സാർ, ആദി ഭഗവാൻ, സോറി, എന്റെ നാക്ക് പിഴ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് മറ്റൊരു പാഠം കേൾക്കാൻ തയ്യാറാകാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? ഗുഡ് ഈവനിങ്. കഴിഞ്ഞില്ല, ഒരാളിന്റെ കൂടെ ഉണ്ട്. ഒന്നുകൂടെ കഴിയട്ടെ, എന്നിട്ട് ഒരു മിനിറ്റ്. താങ്ക് യു സാർ. Those unable to spoil ego of enemies are not able to live long courageously. Quran 880 teaches that a leader who lacks the strategic will to crush the rising ego or power of their enemies will eventually lose their own sovereignty and peace. Walluvar argues that passive survival is not true living. Without the courage to dismantle a growing threat, one's own life becomes a series of compromises and fears. The wisdom of Quran 880: to live with dignity and longevity, one must possess the strength to neutralize those who seek to dominate or diminish them. Ignoring a rival's arrogance is not virtue, but a weakness that invites future destruction. True courage lies in the proactive defense of one's honor and territory before an enemy becomes insurmountable. The Purana story, Hiranyakashipu and Prahlada. The story of the demon king Hiranyakashipu serves as a profound, though inverted, example of this principle. He believed his ego was supreme, demanding that the entire universe worship him alone. Yet he could not spoil the ego or the unwavering faith of his own son Prahlad, because he could not overcome this internal spiritual enemy to his authority. His reign, despite his wounds of immortality, was cut short by the divine intervention of Lord Narasimha. His inability to truly conquer the source of his opposition led to his swift and violent downfall in the pillar of his own palace. Ultimately, his story proves that a ruler who cannot master the forces
rising against his pride cannot sustain his life or his throne. The Tirukural concludes its teachings on enmity by emphasizing that true wisdom lies in the strategic management of conflict rather than mindless aggression. Walluvar's sense of enmity serves as a timeless mirror, reflecting that our greatest vulnerabilities are often our own pride and lack of foresight. By mastering the art of assessing an opponent's power, a leader ensures that their courage is rooted in reality rather than reckless ego. As the ancient proverb wisely states, he who has no fire in himself cannot warm others, but he who has too much burns his own house. Ultimately, the goal of these verses is to guide us toward a life where peace is protected by the strength of a discerning mind. A hearty reflection. A spark of hate in a playful hand can burn the peace of a fertile land. To stand alone against the many is a fool's path, worth not a penny. True strength is knowing when to bend. True strength is knowing when to bend, to crush the ego or win a friend. My gratitude to Sabu sir and the digital architecture that allows timeless philosophy to bridge the gap between the ancient world and the modern era. You provide the canvas where logic meets literature, enabling a seamless flow of knowledge across borders, sir. I am deeply grateful to Nayanar sir, Joshi sir, Adi Bhagavan sir, Roy sir, George sir, Sri Kumari ma'am, for your curiosity and the thoughtful prompts that brought these corals to life. Your engagement turns a static text into a living dialogue, proving that Walluvar's insights are as relevant today as they were centuries ago. To the viewers, thank you for lending your time and attention to these reflections on virtue, strategy, and character. May the lessons on managing enmity and nurturing wisdom serves as a steady compass in your own lives. Thank you to all. Thank you, ma'am. Thank you, Adi Bhavan sir. Thank you, Mohandas sir, Joshi sir, Roy sir, Srimari ma'am, ജോർജ് സാർ, ശുദ്ധോധനൻ ഡോക്ടർ. ഹരി പറയൂ. ഹരി എന്തോ ഡൗട്ട് ചോദിച്ചല്ലോ. ഹരി അൺമ്യൂട്ട് ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. 877 ആ കുറലാണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സങ്കടങ്ങൾ ചങ്ങാതിമാരോടും പങ്കുവെക്കരുത്. അപ്പോ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, കൂട്ടുകാരോടാണ് സങ്കടങ്ങൾ പറയുന്നത്. അപ്പോ അതിനകത്തൊരു കണ്ടീഷനുണ്ട്, ഹൂ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ചങ്ങാതിമാര് നമ്മുടെ പ്രശ്നം അറിഞ്ഞാൽ അങ്ങനെ സ്വീകരിക്കുന്നവരായിരിക്കണം, അല്ലാത്തവരോട് പറയരുത്. മനസ്സിലായില്ലേ? അധിപൻ സാർ ഒന്ന് കറക്ഷൻ കൊടുക്കാമോ ഒന്നും കൂടെ? സാർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് നമ്മുടെ മനസ്സിലാക്കാതെ ഫ്രണ്ട്സിന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മുഴുവനും മനസ്സിലാക്കണമെന്നല്ല എന്നുള്ള മീനിങ്ങിനാണ്. അല്ലാതെ നമ്മൾ ഷെയർ ചെയ്യ വേണ്ടാം എന്ന് ടോട്ടലായിട്ട് പറയുന്നില്ല. യു ക്യാൻ ഷെയർ ബട്ട് വിത്ത് കോൺഫിഡൻറ്റ് പീപ്പിൾ. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അതിലുണ്ട്. അതായത് നമ്മളെ മനസ്സിലാക്കാത്ത ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് ഒരു ഹെൽപ്പും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ ഉള്ളത്. അവര് ശത്രുക്കൾ മറ്റൊരു അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ബധിര കർണങ്ങളിലേക്ക് അത്തരം കാര്യങ്ങളൊന്നും പാടില്ല പറയാൻ. ഹരി സാറിന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, മനസ്സിലായി സാർ. താങ്ക് യു സോ മച്ച്. പക്ഷേ നമ്മളുടെ കുറവുകളും നമ്മളുടെ ബലഹീനതകളും ഒക്കെ പറയുമ്പോൾ അത് നമുക്ക് തന്നെ പാരയായി മാറാനുള്ള സാധ്യതകൾ പല സാഹചര്യങ്ങളിലുമുണ്ട്. അത് പല വ്യക്തികളും അങ്ങനെയൊക്കെ ആകാം. അപ്പം അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ പ്രശ്നങ്ങൾ പറയണം. പ്രത്യേകിച്ച് ശത്രുക്കളോട് പറയരുത്. നമ്മൾ മനസ്സിലാക്കാത്ത ആൾക്കാരോട് നമ്മൾ പോയി സങ്കടവും വേദനയും പരിഭവവും ഒക്കെ പറഞ്ഞാൽ അത് തിരിച്ച് മറ്റൊരു രീതിയിൽ ഒരു ആയുധമാക്കി എടുക്കാനുള്ള സാധ്യത കൂടും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. ഈ മനുഷ്യനോട് പറഞ്ഞത് കൊണ്ടാണ് ഇത് മുഴുവൻ പ്രശ്നമുണ്ടായത് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഒത്തിരി സാഹചര്യങ്ങൾ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും അല്ലേ? ഇയാളോട് പറയണ്ടായിരുന്നു, ഇത് പൊതുവായിട്ട് പറയരുതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ചിന്തകൾ ഉണ്ടാകാം. ഹരിസാറെ, ഞാനൊരു യഥാർത്ഥ ഒരു അനുഭവം പറയാം. ഒരു ചെറുകഥയായിരുന്നു, അവരുടെ ജീവിതത്തിലുള്ള അനുഭവമായിരുന്നു. ആ കഥയുടെ തലക്കെട്ട് ഇതാണ്: അച്ഛന്റെ ഉറ്റ സുഹൃത്ത് എന്നുള്ളതാണ് പേര്. അത് സംഭവം എന്ന് വെച്ചാല്, ആ സുഹൃത്ത് എ ബി ആണെന്ന് വെച്ചല്ലോ. എ വന്നിട്ട് ബിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ അവസാനം എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ലൈഫിനെ. അത് കാരണം ആ വീട്ടിലെ ആപത്ത് ആയ സമയം ആയതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആത്മഹത്യക്ക് ചെയ്തേക്കും എന്നുള്ളൊരു സൂചന കൊടുത്തിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ ഇൻഷുറൻസുകാർ വന്നിട്ട് ഇങ്ങനെ എല്ലാരെയും കണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അനുശോചനം രേഖപ്പെടുത്തിയിട്ട് ഇറങ്ങാൻ നേരത്ത് ഇവർ പറഞ്ഞു, ഇതാണ് അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയോട് അവര് സംഭാഷണം തുടങ്ങി. അറിയാതെ അദ്ദേഹം രാവിലെ വന്നു, അതേ എന്നോട് പണ്ട് സൂചിപ്പിച്ചിരുന്നു ഞാൻ ഇങ്ങനെ മരണത്തെ കൈവരിക്കും എന്നുള്ള രീതി. അത് കാരണം എന്താ, അവർക്ക് ലഭിക്കേണ്ട ആ ഇൻഷുറൻസ് തുക ലഭിക്കാതെ പോയി. അതേ സമയത്ത് അദ്ദേഹം കൂടെയുള്ള ആളോട് ആത്മാർത്ഥത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹചര്യം അതാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അതായത് നമ്മുടെ സാറ് പറഞ്ഞല്ലേ, നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖഭാവമുണ്ട്, നമ്മുടെ ദിനചര്യ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിൽ എന്തോ അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്ന ഒരു ഇത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ത്രാണി ഉണ്ടാവണം. അതാണ് ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഇതായിട്ടുള്ളത്. അത്ര ഇതായിട്ടുള്ളത്. കാരണം നമ്മുടെ മുഖഭാവം അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഫീലിങ്ങിനെ തിരിച്ചറിയാനുള്ള ഇതുണ്ടെങ്കിൽ അങ്ങർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ കണ്ടെടുക്കും അങ്ങർക്ക് എന്താ ഉള്ളത്, അത് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. അത് തിരുവള്ളുവർ പറയുന്നുണ്ട്, ഉടുക്കൈ എഴുന്നവൻ കൈപോലെ ആകെ ഇടുക്കൻ കളയുവതാ നട്പ്. ആ സൗഹൃദം എന്ന് പറയുന്നത്, നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു മുണ്ടാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ട് കൈയും ബന്ധസ്ഥനായി അല്ലെങ്കിൽ തലക്കെട്ടിൽ ഭാരമായിട്ട് നടക്കുന്ന ഒരാളെ നോക്കുക. രണ്ട് കൈയുമായിട്ട് ഒന്ന് തലയിലും മറ്റേതായിട്ട് വേറെ ഇതിൽ ഭാരം ചുമക്കുന്ന ആൾക്ക് പെട്ടെന്ന് ആ വസ്ത്രം ആളുടെ ദേഹത്തു നിന്ന് ഊരിപ്പോകുന്ന ഒരു അവസ്ഥയിൽ കൈകൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്തിട്ട് അയാളുടെ മാനം കാക്കാനുള്ള ആ വസ്ത്രത്തിനെ ഒന്ന് താങ്ങി പിടിക്കും. അതാണ് ആ രീതിക്ക്. അത് ആപത്ത് ഘട്ടത്തിൽ വന്ന് സഹായിക്കുക, ഇല്ലെങ്കിൽ തോളോട് തോളിൽ നിന്ന് സഹായിക്കുന്നവനാണ് ഒറ്റ സൗഹൃദമുള്ള, അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയുന്നത്. ഉടുക്കൈ എഴുന്നവൻ കൈ പോലാങ്കി. നമ്മുടെ വസ്ത്രം നമ്മൾ ദേഹത്തു നിന്ന് ഊരിപ്പോകുന്ന അവസ്ഥയിൽ കൈ എങ്ങനെയാണോ ചെയ്യുന്നത്, അതാരും പറഞ്ഞിട്ടില്ല. ബ്രെയിൻ എന്നുള്ള ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. നമ്മുടെ ഉടുത്തിരിക്കുന്ന ആ വസ്ത്രം അദ്ദേഹത്തിന്റെ മാനം കാക്കാനാണ്. ആ മാനം വിട്ടുപോരുത്, അഭിമാനം ഇതായി പോരുത്, അല്ലെങ്കിൽ നാണം കേട് ഉണ്ടാകരുത്, ഓടിച്ചെന്ന് കൈ ഉതകുന്ന പോലെ ആവശ്യപ്പെടാതെ തന്നെ വന്ന് ഉപകരിക്കുന്നതായിരിക്കണം സൗഹൃദം എന്നുള്ളത്. അത് വേറെ ചാപ്റ്ററിൽ വള്ളൂർ പറയുന്നുണ്ട്. ഇത് പകയോട് നടക്കുന്ന, അല്ലെങ്കിൽ വെറുതെ ഒരു എന്താ പറഞ്ഞാല് മുഖംമൂടി ധരിച്ച് സുഹൃത്തായിട്ട് അല്ലെങ്കിൽ നടക്കുന്ന ഒരാള് ഉള്ളവരെ സൂക്ഷിക്കണമെന്ന് മാത്രമേ കവിയോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓർ സാർ, സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു. വേറെ ഇനി ആർക്കും ഷെയർ ചെയ്യണ്ടോ? അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. സാർ, അടുത്ത ആഴ്ചയിൽ ഉൾപ്പകയാണ്. ഈ പക ഈ പുറത്തുള്ള വിദ്വേഷം കാണിക്കുന്നതും പക കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് അത് കണക്കാക്കിയിട്ട് നമ്മുടെ ചുവട് മാറ്റാൻ പറ്റും. അതല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ പക വെച്ചുകൊണ്ട് പുറത്ത് വേറെ രീതിക്ക് പ്രവർത്തിക്കുന്നവരോടാണ് കുറിച്ചാണ് അടുത്ത ചാപ്റ്ററിൽ ഉൾപക, ഗ്രഡ്ജ്, ഇന്നർ ഗ്രഡ്ജ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഉൾപകൈ, മനസ്സില് വിദ്വേഷമായിട്ട് നടക്കുന്ന, പകയായിട്ട് നടക്കുന്നവരോടുള്ള
സമീപനം എങ്ങനെ ആയിരിക്കണം, അതില്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചാപ്റ്ററിൽ. മിക്കവാറും ഇത് തന്നെയാണ്, ആ സൗഹൃദത്തിന്റെ ഇതിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ സർ, ഒരിക്കൽ ഓക്കെ. കൂടി നന്ദി. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നാളെ ഓമന ടീച്ചറിന്റെ എന്താണ് ടീച്ചറിന്റെ ടോപ്പിക് പറഞ്ഞേ? ബയോ ഹാക്കിംഗ്. ബയോ ഹാക്കിംഗ് ഹാക്കിംഗ്. എല്ലാരെയും ഹാക്ക് ചെയ്യാൻ. യെസ്, ബയോ ഹാക്കിംഗ്. സോ അപ്പോൾ ഓക്കെ, ആദിബാൻ സാർ താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് വരിക, താങ്ക് യു അവധിയൊക്കെ സർ. ഫ്രീ ഗുഡ് നൈറ്റ് ആവുമ്പോൾ. സർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ, സീ യു.